അങ്ങനെ ഓരോ ഗിഫ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അവരുടെ മുഖത്ത് അത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഗ്യാപ്പിൽ വീണ്ടും സുപ്രീമിൽ പോയി കേക്ക് മേടിച്ചുകൊണ്ട് വന്നേ. കേക്ക് കൂടെ കണ്ടപ്പോൾ അവർ ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ടീമിന്റെ വിജയമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ ഇപ്പൊ വന്നെത്തിയിരിക്കുന്നത്. അവനെ സംബന്ധിച്ച് അവന് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ ഇത്. അവൻ ഇറക്കിയ ന്യൂ ഐറ്റവും അതിതേ സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പോകുന്നു. ആ എഫേർട്ടിൽ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ ലക്കായിട്ട് കരുതുന്നു. പാഷൻ വിത്ത് നോ പ്രയോറിറ്റീസ്, അത് തന്നെയാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ പ്രൈസുകളുടെ സ്വാധീനത്തിന്റെ ഇടയ്ക്ക് നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ധൈര്യമായിട്ട് എല്ലാവർക്കും തല ഉയർത്തി പോകാട്ടോ സ്റ്റേറ്റ് ലെവലിലേക്ക്. കാരണം അവർ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രാവും പകലും അത്രയ്ക്ക് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ചെറിയ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഇനി ഒരു വമ്പൻ സെലിബ്രേഷൻ ആഫ്റ്റർ സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് കുറേ നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഈ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ടൈം പോകില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ് കേട്ടോ. ഡാൻസും പാട്ടും ഫോട്ടോസും നമ്മൾ അവർക്ക് കൊടുക്കുന്നതിൻ്റെ സ്നേഹത്തിന് ഇരട്ടിയായിരുന്നു കേട്ടോ ഇവർ നമ്മളോട് തന്നെ കാണിക്കണേ. അത്രയ്ക്ക് നല്ല കുട്ടികളാണ്. അവർക്ക് ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടാൻ പറ്റട്ടെ. കുറേ ചതികളിലൂടെ കിട്ടേണ്ട സ്ഥാനം പോകുമ്പോഴും അതൊക്കെ സൈലന്റ് ആയിട്ട് നേരിട്ട് ദേ ഇപ്പോൾ അവന്റെ കുട്ടികളെ അവന്റെ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിച്ചേക്കുന്നു. അതിന് മെയിൻ കാരണം അവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആ ഒരു ഡേ അവസാനിപ്പിച്ചത്. കാരണം അവർ സബ് ജില്ലയ്ക്ക് കരഞ്ഞിറങ്ങി. എന്നാൽ ഡിസ്ട്രിക്ട് ലെവലിൽ അഭിമാനത്തോടു കൂടി ചിരിച്ച് സന്തോഷിച്ചാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വെള്ളം കുടിക്കാനായിട്ടാണ് കേട്ടോ പോയത്. ഞാൻ സ്കൂട്ടിയിൽ പോകുമ്പോഴാണ് കേട്ടോ ഈ കലാവിരുത് കാണുന്നത്. ചോദിച്ചപ്പോൾ എൻ്റെ ഫാഷനാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൽ ജാജീസിൽ കയറിയിട്ട് ഷവർമയും ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ ട്രീറ്റിൽ 2 എണ്ണം എപ്പോഴും കീരിയും പാമ്പുക. പക്ഷേ ആഫ്റ്റർ ഓൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ.